ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ബാക്കുവിലെ ലാസ്റ്റ്, അതായത് അസർബൈജാനിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഇതിപ്പം നമ്മൾ ഇപ്പം ലാസ്റ്റ് 2 ഡേയ്സ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ മിസ്സാക്കിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേയൊക്കെ ഇന്നലെ കവറാക്കി. അപ്പം ബാലൻസ് ആണ് ഇത് ഉള്ളത്. അതായത് നമ്മൾ ഓൾഡ് ബാക്കു സിറ്റിയിലേക്കാണ് പോകുന്നത്. രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പുറപ്പെട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഓൾഡ് ബാക്കു എന്ന് പറയുന്ന ആ ഒരു ഹെറിറ്റേജ് സിറ്റിയാണിത്. അതായത് പണ്ടത്തെ പല ബിൽഡിങ്ങുകളും പാലസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റൊട്ടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒന്ന് അവർ നിർത്തി കാണിച്ചു തന്ന ഇതാണ് സംഭവം. പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഇവിടെ നിന്നൊരു കാറിലായിരുന്നു പോയത്. അപ്പം അത് ഓടിക്കുന്ന ആ ഒരു ഡ്രൈവർ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അതെങ്ങനെയാണ് ഇപ്പം കാണാനുള്ളത് എന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്താണ് ശിവാൻഷാ പാലസ്, അതുപോലെ മെയ്ഡൻ ടവർ. ഇത് രണ്ടുമാണ് അവിടെ ഏറ്റവും, അതായത് ഈ ഓൾഡ് ബാക്കുവിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ രണ്ടെണ്ണം. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ഇത് സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ ആയപ്പോൾ ശിവാൻഷാ പാലസ് അത് ശരിക്കും ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പാർട്ട്മെൻറ്റ്സും കാര്യം ഇതിപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പിന്നെ പക്ഷേ നോക്കുകയാണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടുമാണ്. കാരണം പണ്ടത്തെ അവരുടെ ആ ഒരു കൾച്ചറും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ പാലസും ആ പാലസിൻ്റെ വാളും കാര്യങ്ങളും അതൊക്കെ പണ്ടത്തെ അതേ സംഭവം തന്നെ അവർ വെച്ചിരിക്കുന്നത്. ഈ ഒരു കാറിലാട്ടോ നമ്മൾ ഇങ്ങോട്ട്, അതായത് ഈ ഒരു ഓൾഡ് സിറ്റി മാത്രം ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ ആ മരത്തെ കൂടെ ഒക്കെ അവർ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചേക്കുന്നത് നല്ല രസമില്ലേ. ഇതെന്ന് പറയുന്നത് പണ്ട് ഈ പീരങ്കിയൊക്കെ യുദ്ധത്തിന് വേണ്ടി യൂസ് ചെയ്യില്ലേ, ആ സംഭവം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ആ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ആ സ്ഥലത്തേക്ക് പോയത്. അവിടെ ശരിക്കും നല്ല കളർഫുള്ളായിട്ട് അവർ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സൺഡേ പോയത് കൊണ്ട് ആ മ്യൂസിയവും ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റിയില്ല. പിന്നെ കുഴപ്പമില്ലായിരുന്നു, കാരണം ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ബാക്കു പണ്ട് എങ്ങനെയായിരുന്നോ അതിൻ്റെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഹെറിറ്റേജ് പറയില്ലേ, അത് അങ്ങനെ നമുക്ക് ആ ഒരു സിറ്റിയിൽ കാണാൻ പറ്റും. പിന്നെ അവിടെ പോകുന്ന വഴിക്ക് പല വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾ, അതായത് ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്ന വീടുകൾ, അതാണ് ഇതൊക്കെ. പിന്നെ അതുകൂടാതെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടെ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള പിള്ളേർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണാൻ പറ്റും. സ്ഥലങ്ങളും ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും, പിന്നെ നമ്മൾ പോലെ ടൂറിസ്റ്റായിട്ട് വന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരും മാക്സിമം എല്ലാവരും നടന്നു പോകുന്നുണ്ട് കേട്ടോ. നടക്കാൻ പിന്നെ നമുക്ക് സമയമില്ലായിരുന്നു. ഇന്ന് വൈകുന്നേരം നമുക്ക് 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പുറപ്പെടണമായിരുന്നു. കാരണം നമുക്ക് ഫ്ലൈറ്റ് കിട്ടണം എന്നാണെങ്കിൽ, ഇല്ലെങ്കിൽ മിസ്സായിപ്പോയാലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം നടക്കാനൊന്നും പോയില്ല. നേരെ ഈ കാറ് കിട്ടിയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അതിലങ്ങ് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു പോകാം എന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ പോയപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഈ സുവനീഴ്സ് വാങ്ങാനും അതുപോലെ ചോക്ലേറ്റ്സിനും ഒക്കെ ആയിട്ട് ഇടയ്ക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെയും ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇവരുടെ ട്രഡീഷണലായിട്ട് മ്യൂസിക് അവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരാൾ വായിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതും കണ്ടു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ എത്തുമ്പോഴത്തേക്കും അയാൾ വണ്ടി നിർത്തിയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരം അവരാക്കി തരുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒറ്റ പോക്കല്ല പോയത്.
അതിൻ്റെ ഉള്ളിൽ തന്നെ മോസ്കുണ്ട്, മദ്രസയുണ്ട്. ഇതിപ്പോൾ ഒരു മദ്രസയാണ്, അവിടുത്തെ പെൺപിള്ളേർ പഠിക്കാൻ പോകുന്ന മദ്രസ എന്നാണ് അവർ പറഞ്ഞു തന്നെ. അങ്ങനെ പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഈ സുവനീർ ഷോപ്പുകളും അതുപോലെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, അവരുടെ കുറേ സംഭവങ്ങൾ സെയിൽ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. ഇതാണ് ആ ഷോപ്പ്. ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സ്, ഡേറ്റ്സ് കോട്ട് ചെയ്ത ചോക്ലേറ്റ്, സ്ട്രോബെറി കോട്ട് ചെയ്ത ചോക്ലേറ്റ്, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കോട്ട് ചെയ്ത ചോക്ലേറ്റ്സുകളുണ്ടായിരുന്നു. പിന്നെ ടർക്കിഷ് ഡിലൈറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, അതുപോലെ ഇതൊക്കെ ഡ്രൈ ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സുകൾ. പിന്നെ അതുകൂടാതെ ഇത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ടീ കപ്പെന്നാണ്. അവിടെ നമ്മൾ ചായ കുടിക്കുമ്പം കിട്ടുന്ന ഇതുപോലത്തെ കപ്പിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ടൂറൊക്കെ കഴിഞ്ഞു നമ്മൾ പിന്നെ തിരിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. ഇവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് അവിടെ ഒരു മോൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ നമ്മൾ പോയില്ലേ, അതിൻ്റെ ആ സൈഡിൽ ഒരു മോൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തി. അതായത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഡ്രസ്സുകൾ വാങ്ങിയില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ട് കുറച്ച് ചെറിയ പർച്ചേസിങ് നടത്തി. അങ്ങനെ പിന്നെ നമ്മൾ സൺഡേ ആയതുകൊണ്ട് നമ്മളവിടെ പള്ളി തപ്പി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ചർച്ച് കണ്ട് അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരു ഷോപ്പാണ് ഇത്. ഇവിടെ പക്ഷേ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ഉള്ളത് റഷ്യൻസാണ് മെയിനായിട്ട്. അവർ നമ്മളോട് റഷ്യൻ ലാംഗ്വേജ് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇതിപ്പം ഫുഡ് കഴിക്കാൻ നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് സാധാരണ ഇത് അവരുടെ തന്നെ ഫുഡുകൾ. പിന്നെ കൊച്ചിന് വേണ്ടി മാത്രം നമ്മൾ നഗറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഫുഡും കൂടെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുക ചെയ്തത്. കാരണം നമ്മൾ കുറേയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടെയൊക്കെ ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ തിരിച്ച് പോയത്. കാരണം റെസ്റ്റ് എടുക്കാൻ ഒരു മണിക്കൂർ നമുക്ക് കിടക്കാൻ പറ്റും കേട്ടോ. കാരണം ഇനിയിപ്പോൾ രാത്രിയിലെ യാത്ര ആയതുകൊണ്ട് കൊച്ച് വഴക്കാക്കണ്ടെന്നൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോവുക ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ അവിടെ നിന്ന്, അതായത് അസർബൈജാനിൽ നിന്ന് ദുബായിക്കാണ് വന്നത്. ദുബായിലേക്ക് അസർബൈജാനി എയർലൈൻസ് ഉണ്ടായിരുന്നു. അതാവുമ്പം ഡയറക്റ്റ് ദുബായിലേക്കേ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ അറിയണം എന്നാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. അങ്ങനെ എന്നാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ അവർ ഫുഡെല്ലാം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ദുബായിലെത്തി. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്തെങ്കിലും കാണുന്നുണ്ടെന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.